പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താവുന്ന ഒരു കുറ്റമാണോ രാഹുൽ മാങ്കൂട്ടം ചെയ്തത്? വാസ്തവത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഭരണഘടനയും സമ്പ്രദായങ്ങളും എങ്ങനെയാണെന്ന് ഇപ്പോൾ എനിക്ക് പറയാൻ അറിയില്ല. പക്ഷേ പുറത്ത് വന്ന വിവരങ്ങളനുസരിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ എന്നല്ല, പൊതുമണ്ഡലത്തിൽ ഒരു രംഗത്തും ഒരു ചുമതലയും ഏൽപ്പിക്കാൻ പറ്റാത്ത സ്വഭാവ വൈകൃതമുള്ള ഒരു വ്യക്തിത്വമാണ് ഇദ്ദേഹം എന്ന് സ്വമേധയാ തെളിവുകൾ പുറത്തേക്ക് വന്നു. ആരും അന്വേഷിച്ച് കണ്ടെത്തിയ തെളിവുകളല്ല. ചിലതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ അന്വേഷിച്ച് നമ്മൾ തെളിവുകൾ കണ്ടെത്തലാണ്. ഇത് സ്വമേധയാ പുറത്തു വന്ന തെളിവുകളാണ്. അപ്പോൾ സ്വമേധയാ പുറത്തു വന്ന തെളിവുകൾ തന്നെ ഈ വൈകൃതങ്ങളുടെ എല്ലാ ഭീകരതയും പുറത്താക്കുന്നതാണ്. ഇനി ഇതിനെ സംബന്ധിച്ച് സൂക്ഷ്മമായിട്ട് കോൺഗ്രസ് പാർട്ടിയാണ് അന്വേഷിക്കേണ്ടത്. അവരുടെ പാർട്ടി സംവിധാനത്തിൽ കോൺഗ്രസ് പാർട്ടി അന്വേഷിക്കണം. നമ്മുടെ രാജ്യത്തിലെ നിയമമനുസരിച്ച് ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ക്രിമിനൽ കേസ് ഫയൽ ചെയ്യണമെങ്കിൽ അതിന് ഒരു പരാതി ലഭ്യമാവണം. അപ്പോൾ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും പരാതിപ്പെടുകയാണ് എങ്കിൽ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ്റെയും സാധ്യതയുണ്ട് ഇതിൽ. അപ്പോൾ കൂടുതൽ ഭയാനകമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. എൻ്റെ ചില പരിചയത്തിലുള്ള കോൺഗ്രസ് നേതാക്കൾ സൂചിപ്പിച്ചതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ സ്വമേധയാ വന്നിട്ടുള്ള തെളിവുകൾ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ വൈകൃതങ്ങളുടെ, നമ്മൾ സാധാരണ കുറച്ച് തേഞ്ഞതാണെങ്കിലും ഭാഷാശൈലിയിൽ പറയുമല്ലോ, മഞ്ഞുമലയുടെ ഒരു അറ്റമേ കണ്ടിട്ടുള്ളൂ എന്നുള്ളത്. അത് കുറേ പഴക്കമുള്ളതാണ്, എല്ലാവരും ഉപയോഗിക്കേണ്ടതുമാണ്. എന്നാലും അത് ഉദാഹരിക്കാൻ പറ്റുന്നതാണ്. മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ ഇദ്ദേഹത്തെ വെച്ചിരിക്കാൻ പറ്റുമോ എന്നുള്ളത് അവരാ നിശ്ചയിക്കുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സർ, അതായത് എന്തുകൊണ്ട് നമ്മുടെ ജനങ്ങൾ, നമ്മുടെ സമൂഹം ഇത്തരം കള്ളനാണയങ്ങളെ തിരിച്ചറിയാതെ പോകുന്നു? കാരണം ഇപ്പോൾ പാലക്കാട് മണ്ഡലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളൊരു മണ്ഡലം തന്നെയാണ്. വളരെ പ്രഗത്ഭരായ ആളുകൾ മത്സരിച്ചിട്ടുള്ള മണ്ഡലമാണ്. അപ്പോൾ ആ മണ്ഡലത്തിൽ ഈ രാഹുലിനെ പോലെ ഒരു പുതിയ സ്ഥാനാർത്ഥി വന്നപ്പോൾ മറ്റ് സ്ഥാനാർത്ഥികളെയുമായി കമ്പയർ ചെയ്ത് വിലയിരുത്താനുള്ള ഒരു എന്താ പറയുക കഴിവ് സമൂഹത്തിന് നഷ്ടമായിരിക്കുകയാണോ? അത് പൂർണ്ണമായിട്ടും ശരിയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. ഇത് പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലം രാഷ്ട്രീയമായി UDFന് വോട്ട് അധികമുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ UDFൻ്റെ ഒരു സ്ഥാനാർത്ഥിയായി ഒരാളെ നിശ്ചയിച്ച് അവർ പ്രചരണം നടത്തിയാൽ UDFന് അനുകൂലമായി ലഭ്യമാവുന്ന വോട്ട് കൊണ്ട് തന്നെ ജയിക്കാൻ രാഷ്ട്രീയ ശേഷിയും രാഷ്ട്രീയമായ അടിത്തറയുള്ളൊരു മണ്ഡലമാണ് പാലക്കാട്. വിശേഷിച്ച് 2009 ശേഷം മണ്ഡലം പുനഃസംഘടിപ്പിച്ചതിന് ശേഷം പൂർണ്ണമായി അതുകൊണ്ട് ജയിച്ചു. അല്ലാതെ ഇവിടെ വേറെ ഏതെങ്കിലും പ്രബുദ്ധത കുറവോ പ്രബുദ്ധത അധികമായതുകൊണ്ടോ അല്ല, രാഷ്ട്രീയമായി UDFൻ്റെ രാഷ്ട്രീയ അടിത്തറ കൊണ്ട് ജയിക്കുന്നു എന്നുള്ളതാണ്. അല്ലെ, വേറൊന്ന്, ഈ നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സംബന്ധിച്ച് പുതിയ തലമുറ, പുതുതായി കടന്നു വരുന്ന രാഷ്ട്രീയ പ്രവർത്തകരും നേതാക്കളും അവരുടെ ഒരു എന്താ പറയുക പരിമിതിയാണോ, അവരുടെ ഒരു പ്രതിനിധിയാണോ രാഹുൽ? അങ്ങനെ പറയാൻ പറ്റുമോ? അത് മുഴുവൻ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, രാഷ്ട്രീയത്തെയും സാമൂഹ്യ ജീവിതത്തെയും നമ്മുടെ സാംസ്കാരിക ജീവിതത്തെ, പൊതു മനുഷ്യ സമൂഹത്തെക്കുറിച്ചൊക്കെ വളരെ ഗൗരവത്തിൽ ചിന്തിക്കുന്ന അവർ തന്നെയാണ് നമ്മുടെ സമൂഹത്തിലെ പുതിയ തലമുറ. അല്ലാത്തതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഈ തരത്തിലുള്ള ആളുകളുണ്ട്. അത് ഏത് കാലത്തുമുണ്ട്, ഈ സമയത്തും ഉണ്ടാവും. പിന്നെ ഈ മൂല്യബോധത്തിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. ഏതൊരു സമൂഹത്തിൻ്റെ, നമ്മൾ കുറച്ച് സൈദ്ധാന്തികമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, ഏതൊരു സമൂഹത്തിൻ്റെയും മൂല്യബോധം നിർമ്മിക്കപ്പെടുന്നത്
നിലവിലുള്ള അവസ്ഥാവിശേഷത്തിൻ്റെ പ്രതിഫലനമായിട്ടാണ്. അപ്പോൾ നിലനിൽക്കുന്ന സാമൂഹ്യ അന്തരീക്ഷം എന്താണോ ആ അന്തരീക്ഷത്തിൻ്റെ പ്രതിഫലനമായിട്ടാണ് ആ സമൂഹത്തിൻ്റെ മൂല്യബോധവും നിർമ്മിക്കപ്പെടുന്നതും. മൂല്യബോധം മാത്രമായിട്ട് ഒരു സമൂഹത്തിൽ സ്ഥായിയായിട്ട് ഇങ്ങനെ നിൽക്കുകയും സമൂഹത്തിൻ്റെ മറ്റ് അന്തർധാരകളും മറ്റ് പ്രവണതകളും മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും എന്ന് വിചാരിക്കേണ്ട. ഇതിൽ പുതുതായി രൂപപ്പെടുന്നത് അതിൻ്റെ പ്രതിഫലനം തന്നെ ആയിരിക്കും അപ്പോഴത്തെ മൂല്യബോധങ്ങൾ. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ആദ്യം ചെയ്തത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള പദവിയിൽ നിന്ന് ഒഴിവാക്കി. അപ്പോഴാണ് ഇടതുപക്ഷം ഉൾപ്പെടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ആവശ്യപ്പെട്ടത് ഇയാൾ MLA സ്ഥാനം രാജിവെക്കണം. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ രാജിക്ക് പകരം ഒരു സസ്പെൻഷൻ എന്ന് പറഞ്ഞ നടപടിയെടുത്തത്. അപ്പോൾ ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും അവകാശപ്പെടുന്നത് വളരെ ഉചിതമായ ഒരു നടപടിയാണ് UDF കോൺഗ്രസ് എടുത്തതെന്നാണ്. ശരി, അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് ഈ സംഭവത്തെ നമ്മൾ ആകെ വിലയിരുത്തുമ്പോൾ ഇതിനെ കേവലമായ ഒരു കക്ഷി രാഷ്ട്രീയ പ്രശ്നമാക്കി ചുരുക്കി കാണരുത് എന്നുള്ളതാണ്. കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിൻ്റെ മേൽ ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ള നടപടികൾ ഈ സൂചിപ്പിച്ചതുപോലെ ആദ്യം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കി, ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് എത്ര കാലത്തേക്കാണെന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല, സസ്പെൻഡ് ചെയ്തു. അത് എത്ര കാലത്തേക്കാണെന്നുള്ളതും അവരുടെ വ്യവസ്ഥ എന്തെന്നുള്ളതും എനിക്ക് പറയാൻ അറിയില്ല. സസ്പെൻഡ് ചെയ്തിരിക്കുന്നു മെമ്പർഷിപ്പിൽ നിന്ന്. ഇങ്ങനെ കോൺഗ്രസ് പാർട്ടി തീരുമാനമെടുക്കുന്നതിനുള്ള സാഹചര്യം എന്തായിരുന്നു? കോൺഗ്രസ് പാർട്ടി ഈ റിവീൽ ചെയ്യപ്പെട്ട പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ വല്ലാതെ പ്രതിരോധത്തിലായിപ്പോയി കോൺഗ്രസ്. അപ്പോൾ ആ പ്രതിരോധത്തിലായിപ്പോയ കോൺഗ്രസിൻ്റെ മുഖം രക്ഷിക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യുകയല്ലാതെ മറ്റ് മാർഗങ്ങളില്ല. അപ്പോൾ അത് അവരുടെ ഒരു മുഖം രക്ഷിക്കൽ നടപടി മാത്രമാണ്. എന്നാൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇതിൻ്റെ ഡയമെൻഷൻസ് നമ്മൾ കാണണം. ആ ഡയമെൻഷൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ തരത്തിൽ ഒരു തരത്തിലുള്ള മാനവികതയും മനുഷ്യത്വവും പ്രതിബദ്ധതയും സത്യസന്ധതയും അവനവനോട് പോലും ആത്മാർത്ഥതയും ഇല്ലാത്ത ഇത്തരം വ്യക്തികൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ വികസിച്ചു വന്ന് അവരൊക്കെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ചില അധികാര കേന്ദ്രങ്ങളിലൊക്കെ എത്തിപ്പോയാൽ എന്തായിരിക്കും ഈ നാടിൻ്റെ ഒക്കെ ഒരവസ്ഥ? ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് ഒരു അധികാരവും ഇല്ലാത്തൊരു വ്യക്തിയായി ഇദ്ദേഹം. യാതൊരു അധികാരവും അദ്ദേഹത്തിന് ഇല്ല നമ്മുടെ നാട്ടിൽ. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഉപസംഘടനയാണ്. ആ സംഘടനയുടെ മാത്രം പ്രസിഡന്റ്, അവരുടെ മാത്രം. പിന്നെ MLA എന്ന് പറയുന്നത് ഒരു എക്സിക്യൂട്ടീവ് അധികാരവും ഇല്ലാത്തൊരു ജനപ്രതിനിധിയാണ്. ജനങ്ങളുടെ ഒരു പ്രതിനിധി മാത്രമാണ്, ഒരു അധികാരവും ഇല്ല. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള അധികാരമുള്ള പദവിയിലൊക്കെ ഇവർ ഇരിക്കുന്നത് എന്തായിരിക്കും അവസ്ഥ? എന്നാൽ ആ അധികാരം ഇപ്പോൾ നമ്മളെ ഈ പുറത്തു വന്ന ചില പൊട്ടും പൊടിയും പോലെ ചില സംഭാഷണങ്ങളൊക്കെ വന്നത് വായിച്ചല്ലോ. 1 മിനിറ്റ് 1 സെക്കൻഡ് മതി തന്നെ തീർക്കാൻ. അതെ, ഇന്നൊക്കെ പറയുന്നത് ഒരു അധികാരം ഇല്ലാത്ത ഒരാളാണ് ഈ പറയുന്നത്. ഒരു അധികാരം കൂടി ഇവരുടെ കയ്യിലുണ്ടായിരുന്നുവെങ്കിൽ എത്ര ഭയാനക സ്ഥിതി. അപ്പോൾ ഈ അർത്ഥത്തിൽ വേണം നമ്മൾ ഇതിനെ കാണാൻ. ഇതൊരു ചെറിയ സംഭവമല്ല. ഇനി രണ്ടാമത്തെ പ്രശ്നം, പൊതുവിൽ നമ്മൾ ഒരു കുട്ടി ജനിച്ചു വലുതായി കൗമാരത്തിലേക്ക് എത്തി ശാരീരിക ഘടനയിൽ പലതരത്തിലുള്ള ഹോർമോൺ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ എതിർ ലിംഗത്തിൽപ്പെട്ടവരോട് ഒരു ആകർഷണം തോന്നും. ചിലർ പ്രണയാവും, ചിലർ വേറെ ഏതെങ്കിലും തരത്തിൽ പ്രപ്പോസ് ചെയ്യും. ഇത് ഒരാളോടൊക്കെ തോന്നുന്നത് സ്വാഭാവികമായിട്ടും ഉള്ളതാണ്. ചിലപ്പോൾ ആ ഒരാളോട് തോന്നി ഏതെങ്കിലും കാരണവശാൽ ആ ഒരാളെ യോജിച്ച് ജീവിക്കാൻ പറ്റാത്ത ഒരു അന്തരീക്ഷം വന്നു, അവർക്ക് വിവാഹിതരാവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നു, കുറച്ച് കാലം അങ്ങനെ ഇരുന്നു, വീണ്ടും സ്വാഭാവികമായിട്ടുള്ള മാനസിക അവസ്ഥയുടെ അടിസ്ഥാനത്തിൽ യോജിക്കാൻ പറ്റുന്ന വേറൊരാളെ കണ്ടു, അവരോട് ആകർഷണം തോന്നി, ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. ഇതൊക്കെ സാധാരണ സംഭവിക്കുന്നതാണ്. ഇതൊക്കെ മനുഷ്യന് സാധാരണ സംഭവിക്കുന്നതാണ്. ഇതല്ല കാണുന്നവരെ ഒക്കെ ഈ എതിർലിംഗത്തിൽപ്പെട്ട പ്രായവ്യത്യാസമില്ലാത്ത ഏതൊരാളോടും ഈ ഒരു തരത്തിൽ മാത്രമേ തോന്നലുണ്ടാവൂ. ഇങ്ങനത്തെ ഒരു തോന്നലും പിന്നീട് അതൊക്കെ യൂസ് ആൻഡ് ത്രോ ഈ തരത്തിലൊക്കെയാണ് ചിന്തിക്കുന്നതെങ്കിൽ എത്ര ഭയാനകമാണിത്, എന്തൊരു ഭയാനകമാണ് ഈ സ്ഥിതി. അപ്പോൾ ഇത് നമ്മുടെ സമൂഹത്തിൽ ഇതൊക്കെ ഒരു ഭീഷണിയാണ്, ഇതൊക്കെ ഒരു മുൻകരുതലാണ്, ഒരു വലിയ മുന്നറിയിപ്പാണ് ഇത്. സമൂഹത്തിൻ്റെ
എത്രത്തോളം ഈ വിധത്തിൽ വലതുപക്ഷ രാഷ്ട്രീയ രംഗത്ത് നിന്ന് രൂപപ്പെട്ടു വരുന്നവർ എത്രത്തോളം അധപ്പതിച്ചവരും എത്രത്തോളം അപകടകാരികളും നിഗൂഢമായി ഒളിപ്പിച്ചു വെച്ച മനുഷ്യവിരുദ്ധരുമാണ് എന്നുള്ളത് പുറത്തേക്ക് വരികയാണ്. വളരെ വളരെ ഉത്കണ്ഠയോടും ഭയത്തോടും കൂടി വേണം ഈ സംഭവത്തെയൊക്കെ കാണാൻ. ശരിക്കും ഒരു ക്രിമിനൽ സ്വഭാവമായി ഇത്, പൂർണ്ണമായും ക്രിമിനൽ സ്വഭാവം. അപ്പോൾ ഞാൻ വേറൊരു കാര്യം ചോദിക്കുന്നത്, ഇപ്പോൾ പലവട്ടം എം പിയും അതുപോലുള്ള പാർട്ടിയിലുമൊക്കെ വലിയ സ്ഥാനങ്ങളിൽ ഇരുന്ന ഒരു ആളെന്നുള്ള നിലയിൽ ഈ ഇത്രയും കാലത്തെ രാഷ്ട്രീയ അനുഭവത്തിൽ ഇതേപോലെ ഒരു ഇൻസിഡന്റ് ഓർക്കുന്നുണ്ടോ? ഈ തരത്തിലുള്ളൊരു ഇൻസിഡന്റ് എനിക്ക് തോന്നുന്നില്ല. ഇല്ല. ചിലപ്പോൾ നമ്മുടെ സമൂഹം അംഗീകരിക്കാത്ത ഏതെങ്കിലും തരത്തിലുള്ള, പൊതുവിൽ നമ്മുടെ സമൂഹം നിയമമൊന്നും അല്ലെങ്കിൽ പോലും അംഗീകരിച്ചു പോരുന്ന ചില പൊതുബോധ നിർമ്മിതിയുടെ അടിസ്ഥാനത്തിലുള്ള മര്യാദകളുണ്ട്. ആ മര്യാദയ്ക്ക് നിരക്കാത്ത ചില ബന്ധങ്ങൾ ചിലരുണ്ടാക്കാൻ ശ്രമിച്ചതായിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ എതിർലിംഗത്തിൽപ്പെട്ട കാണുന്നവരെ മുഴുവൻ ഈ ലക്ഷ്യത്തിൽ സമീപിക്കുകയും എന്നിട്ട് യൂസ് ആൻഡ് ത്രോ പരിപാടി നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു സംഭവം ഇത് ആദ്യമായിട്ടാണ് എൻ്റെ അറിവിൽ ഇത് ആദ്യമാണ്. നമ്മുടെ പുതുതലമുറയിൽപ്പെട്ട പെൺകുട്ടികൾ അവരെന്തുകൊണ്ടാണ് ഇതിനെ ഒരു നിയമപരമായി നേരിടാൻ ഇപ്പോഴും രംഗത്ത് വരാത്തത്? കാരണം പുതിയ തലമുറ അതിനൊക്കെ കേപ്പബിളാണ്, നമ്മളെ സൊസൈറ്റി അത് മനസ്സിലാക്കാനും തയ്യാറാണ്. പക്ഷെ എന്തുകൊണ്ടോ ഇപ്പോൾ അവൻ്റെ ഒരു ഡിഫൻസ് എന്നതാണ്, പരാതിയില്ലല്ലോ, ആരും പരാതിപ്പെട്ടിട്ടില്ലല്ലോ എന്നുള്ളതാണ്. ഇതിന് 2-3 തരത്തിൽ നമുക്ക് ചിന്തിക്കാം. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലെ എത്രയൊക്കെ ആണെങ്കിലും എത്രയൊക്കെ പരിഷ്കൃത വേഷം ധരിച്ചിട്ടും ഉയർന്ന വിദ്യാഭ്യാസവും പരിഷ്കൃത ജീവിതം നയിക്കുന്നവരും ഒക്കെ ആണെങ്കിലും ഈ പഴയ ഫ്യൂഡൽ ചങ്ങലകൾ പൊട്ടിച്ച് പുറത്തേക്ക് തൻ്റെ അസ്തിത്വം, ഞാൻ ഏത് ലിംഗം എന്നുള്ളതല്ല പ്രശ്നം, അടിസ്ഥാനപരമായി ഐ ഹാവ് റൈറ്റ്സ് ടു ബി ഹിയർ എല്ലാവരെയും പോലെ എന്ന ഒരു ധൈര്യത്തിലേക്ക് നമ്മുടെ സ്ത്രീ സമൂഹം കേരളത്തിൽ മാറിയിട്ടില്ല എന്നുള്ളതൊരു വസ്തുത. രണ്ടാമത്തെ കാര്യം, ഈ പ്രണയത്തിൻ്റെ കള്ളത്തരം മനസ്സിലാക്കാൻ ഇപ്പോഴും പല പെൺകുട്ടികൾക്കും കഴിയുന്നില്ല. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ കോൺസിക്വൻസസിന് ഇപ്പോഴും ഭയപ്പെടുന്നു. എന്നെ എങ്ങനെ നമ്മുടെ സമൂഹത്തിൻ്റെ പരിമിതിയാണത്. ഒരു പെൺകുട്ടി ഇങ്ങനെ വരുമ്പോൾ ഒരു വിഭാഗത്തിൻ്റെ പ്രോത്സാഹനം ആ സമൂഹത്തിൽ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കും. നമ്മൾ പറയും, മിടുക്കിയാണ് ആ കുട്ടി, ധീരതയോടുകൂടി ആ കുട്ടി ആ പ്രശ്നത്തെ സമീപിച്ചു, ഇങ്ങനെ വേണം പെൺകുട്ടികൾ എന്നൊക്കെ കുറച്ച് പേര് പറയും. വേറെ ഒരു വിഭാഗം വളരെ അശ്ലീലമായിട്ടുള്ള കണ്ണുകൊണ്ട് കാണുന്നവരുണ്ട്. ആ വിഭാഗത്തെ ഇപ്പോഴും ഈ പെൺകുട്ടികൾ അതുകൊണ്ട് അത് ഈ വക വൃത്തികെട്ടവരെ പറയുന്നത് പോലെ ഹൂ കെയേഴ്സ് എന്ന് പറയാൻ ഇപ്പോഴും ഇവർക്ക് സാധിക്കുന്നില്ല. അത് ഒരു പരിമിതി തന്നെയാണ്, അതൊരു പരിമിതിയായിട്ട് നിൽക്കുക തന്നെയാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ പി ടി ചാക്കോ ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലത്ത് അദ്ദേഹം ഒരു സ്ത്രീക്ക് ലിഫ്റ്റ് കൊടുക്കുകയോ എന്തായാലും ഒരു സ്ത്രീ സാന്നിധ്യം കാറിൽ കണ്ടു എന്നൊരു അലിഗേഷൻ വന്നപ്പോൾ തന്നെ അദ്ദേഹം രാജിവെക്കുകയായിരുന്നു. അതുപോലെ നമ്മൾ കാലം ഇങ്ങോട്ട് മാറുമ്പോൾ ഇപ്പോൾ മന്ത്രിയായിരുന്ന പി ജെ ജോസഫ് തീവണ്ടിയിൽ വെച്ച് വിമാനത്തിൽ വെച്ച് ഒന്ന് സ്പർശിച്ചു എന്ന് വന്നപ്പോൾ നയനാർ അന്ന് വി എസ് രാജി ആവശ്യപ്പെട്ടു. അപ്പം അങ്ങനെ ഉള്ള ഒരു ബോധം നേതാക്കൾക്കും ഭരിക്കുന്നവർക്കും നഷ്ടപ്പെട്ടത് ഇതിനൊരു കാരണമാണോ? തീർച്ചയായിട്ടും. അതൊക്കെ അതാണ് ഞാൻ പറഞ്ഞത്, ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിൽ പൊതുവേ സമൂഹത്തിൽ കുറച്ച് വരുന്നുണ്ട് ഈ മൂല്യബോധത്തിലൊക്കെ ഒരു തകർച്ച. 2, വലതുപക്ഷ രാഷ്ട്രീയം പൂർണ്ണമായിട്ടും ജീർണമാവുകയാണ്. അവർക്ക് അങ്ങനെ മുമ്പ് പി ജെ ജോസഫിനോട് എന്തു തന്നെ സംഭവിച്ചാലും ശരി, നിങ്ങൾ നിങ്ങളുടെ നിരപരാധിത്വം നിയമപരമായി നിങ്ങൾ തെളിയിച്ചോളൂ, അതിനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട്, പക്ഷേ ഇപ്പോൾ രാജിവെക്കണം എന്ന് കണിശമായിട്ട് പറഞ്ഞു. മന്ത്രിയാണ്, അധികാരത്തിലിരിക്കുന്ന ആളാണ് എന്നൊക്കെ പറയാം. ചെറിയ കാര്യമാണെങ്കിൽ പോലും
കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനെ പറയാൻ സാധിക്കും. അതേപോലെ നയനാര് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ നീൽ ലോഹിദാസ് പറഞ്ഞു, വനമന്ത്രിയായിരുന്ന അതെ, നാടാരോട് രാജിവെക്കാൻ പറഞ്ഞു. അങ്ങനത്തെ ഇൻസിഡൻസ് ഒക്കെ കേരളത്തിൽ. അത്തരം നേതാക്കളുടെ ഒരു അഭാവം, നേതാക്കളുടെ എന്ന് പറഞ്ഞാൽ അത് ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിൽ വന്ന വളരെ വളരെ ജീർണമായിട്ടുള്ള അവസ്ഥയും. തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, ഇടതുപക്ഷത്തെ അങ്ങനെ സംഭവിച്ചിരുന്നതെങ്കിൽ നമ്മൾ ഒഴിവാക്കും, മന്ത്രിയോ അധികാരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ചോദിക്കും, മുകേഷ് ഇപ്പോഴും തുടരല്ലേ മുകേഷിന്റെ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ മുകേഷ് ഈ തരത്തിലുള്ള ഒരു ആക്ഷേപമല്ല മുകേഷിനെ സംബന്ധിച്ച് ഉയർന്നു വന്നത് ഈ തരത്തിലുള്ളൊരു ആക്ഷേപമായിരുന്നില്ല, ഇങ്ങനത്തെ ആയിരുന്നില്ല. സംശയാസ്പദമായിട്ടുള്ള ഒരു സംശയത്തിൻ്റെ ഒരു അവസ്ഥ അപ്പോഴും അവിടെയുണ്ട്. ഇതതുപോലെയല്ല, ആ ഒരു വ്യത്യാസമുണ്ട്, അങ്ങനത്തെ ഒരു വ്യത്യാസമുണ്ട്. തീർച്ചയായിട്ടും ഈ തരത്തിലുള്ളതാണെങ്കിൽ ഇതേ ഒരു സ്ഥിതിയായിരുന്നു മുകേഷിനുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ പറയുമായിരുന്നു മുകേഷിനോട് രാജിവെക്കാൻ, ഒരു സംശയം.